ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വേണുവിനെ കാണാൻ വേണ്ടി ട്രെയിനർ വരികയാണ്. വരുന്നത് വേണു ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ സാറേ അവളെ പുറത്താക്കിയോ എന്ന് ചോദിക്കുമ്പോൾ പുറത്താക്കിയെന്ന് പറയും. അന്നേരം ഭയങ്കര സന്തോഷമാണ് വേണുവിന്. അന്നേരം അതിൻ്റെ കൂടെ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞാണ് പറയുന്നത്, പുറത്താക്കി അവളെയല്ല എന്നെയാണ് പുറത്താക്കിയത്, എനിക്കൊരു ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട് എന്ന് പറയും. അന്നേരം അയ്യോ ഇത്ര പെട്ടെന്ന് അതെന്താ സാറേ എന്ന് ചോദിക്കുമ്പോൾ, ഒരു രാത്രി ഇരുട്ടി വെളുക്കും മുമ്പേ എന്നെ ഇവിടുന്ന് പറപ്പിക്കണമെങ്കിൽ അത് ആരാണെന്ന് തനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുക. അന്നേരം മൂർത്തി ജ്വല്ലറിയിലെ ബന്ധുക്കളാണ് ഈ പെൺകുട്ടിയുടെ ചേച്ചിമാരും എന്ന് പറയുമ്പോൾ താൻ തന്നെയല്ലേ പറഞ്ഞത്, അപ്പോൾ പിന്നെ ആരെയാണെന്ന് ഊഹിക്കാലോ, അവരൊക്കെ ഇടപെട്ട് തന്നെയാണ് എന്നെ ഇവിടുന്ന് പറപ്പിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ആകെ വിഷമാണ് കേട്ടോ വേണുവിന്. വേണു പറയുന്നുണ്ട്, എൻ്റെ മോൾ അവിടുന്ന് പുറത്താക്കും എന്നുള്ള ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുകയായിരുന്നു, ഇനി ഞാൻ എന്നെ ചെയ്യും, അവളോട് എന്താ ഞാൻ പോയി പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ ട്രെയിനർ പറയുന്നുണ്ട്, ഉള്ള സത്യം പറയുന്നതാ നല്ലത്, അല്ലെങ്കിൽ അവൾ പോലീസായിട്ട് ഇറങ്ങുന്ന സമയത്ത് അവൾ കാര്യങ്ങൾ അറിയും, അതിലും നല്ലത് ഇപ്പോൾ തന്നെ അറിയുന്നതാ എന്ന് പറയും. എന്നിട്ട് പ്രത്യേക ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്, എടോ തന്നോട് ഞാനൊരു കാര്യം പറയാം, എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞേക്കുക, അവൾ ഒരു സാധാരണ പെണ്ണല്ല, 4-5 മല്ലന്മാരെ ഒരുമിച്ച് അടിക്കാനുള്ള കഴിവും തൻ്റെടോ അവൾക്കുണ്ട്. ഒരിക്കൽ അവൾക്ക് 2 തല്ല് കിട്ടട്ടെ എന്നോർത്ത് ട്രെയിനിങ് ക്യാമ്പിലെ ഒരു മല്ലൻ ഉണ്ട്, മഹേഷ് എന്ന് പറയുന്നത്, അവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞ അവളോട്, അവൾക്ക് 2 കിട്ടട്ടെ എന്നോർത്താണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. പക്ഷേങ്കിൽ ഫൈറ്റ് കഴിഞ്ഞപ്പോൾ അവനാണ് തവിട് പൊടിയായി പോയത്. അതുകൊണ്ട് തൻ്റെ മോളോടൊന്ന് സൂക്ഷിക്കാൻ പറ, അതായിരിക്കും നല്ലത്, വെറുതെ ഇവരോടിങ്ങനെ വഴക്കുണ്ടാക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ, അതൊന്ന് സൂചിപ്പിച്ചു തന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആകെ വിഷമാട്ടോ വേണുവിന്. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പുറത്ത് നിന്ന് തുഷാരയും നന്ദുവും കൂടെ ഇങ്ങനെ സ്കൂട്ടറിന് വരുന്നത്. അന്നേരം ഇവരിങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോഴേക്കും അവരിങ്ങനെ ദൂരെ വണ്ടി നിർത്തും. അന്നേരം നന്ദു പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ വന്ന കാലം തൊട്ട് അയാൾക്ക് എന്നോട് ദേഷ്യം വന്ന് എനിക്കിപ്പോൾ മനസ്സിലായി, എന്നെ കൊല്ലാനായിട്ട് ഒരുത്തി നടപ്പില്ലേ, അവളുടെ അച്ഛൻ ആദ്യം നിൽക്കുന്നത് അയാളാണ് ഈ പരിപാടി മൊത്തം ഒപ്പിച്ചതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറയുമ്പോൾ തുഷാര പറയുന്നുണ്ട്, എന്നാലും കൊള്ളാലോടി അയാൾക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇത്രയും നാൾ എനിക്ക് എന്തുകൊണ്ടാണ് ഇയാൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് അറിയില്ലായിരുന്നു, ഇപ്പോൾ എല്ലാം ബോധ്യമായി, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട്. ഈ സമയം വേണുവാണെങ്കിൽ വേറെ നിവർത്തിയില്ലല്ലോ, എന്നാൽ ഇനി ഞാൻ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മോളോടൊന്ന് പോയി പറഞ്ഞേക്കാം, ഞാൻ പോട്ടെ സാറേ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുക. അന്നേരം ട്രെയിനർ, ഇന്ന് ട്രീറ്റൊന്നും ഇല്ലേ വേണമെന്ന് ചോദിക്കും. അന്നേരം അതൊക്കെ പിന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വലിയ താല്പര്യമില്ലാത്ത പോലെ വണ്ടി കയറി പോകുന്നു. ട്രെയിനർ തിരിച്ചും പോകുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞതുകൊണ്ട് ആരാണ് ട്രെയിനറുടെ പിറകിലുണ്ടായിരുന്നത് എന്ന് നന്ദുവിന് മനസ്സിലായി. നന്ദു പറയുന്നുണ്ട്, ഇനി ട്രെയിനറിനിട്ടല്ല തല്ല് കിട്ടേണ്ടത്, വേണുവിനും അയാളുടെ ഭാര്യയ്ക്കിട്ടുമാണ്, അതിനുള്ള പണി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് തുഷാരയുടെ കൂടെ സ്കൂട്ടറിൽ കയറി പോവുക. ഈ സമയം അനാമികയുടെ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ വേണു ട്രെയിനിങ് ക്യാമ്പിൽ പോയിട്ടുണ്ട്, തിരിച്ചു വരുമ്പോൾ ഒരു സന്തോഷ വാർത്ത കൊണ്ടുവരുമല്ലോ, അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഏതായാലും വേണുവിൻ്റെ വണ്ടി വന്നു നിൽക്കുകയാണ്. ഒരുപാട് സന്തോഷത്തോടെ അകത്തു നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുവാണ് അനാമികയും രേവതിയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചാ അവളെ പുറത്താക്കിയോ എന്ന് ചോദിക്കുമ്പോൾ പുറത്താക്കിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സന്തോഷം അനാമികയുടെ മുഖത്തെ. അന്നേരം പറയുന്നുണ്ട്, ഇത് കേട്ട് മോൾ ഒരുപാട് സന്തോഷിക്കേണ്ട, പുറത്താക്കിയത് അവളെയല്ല ആ ട്രെയിനറിനെയാണ് എന്ന് പറയുമ്പോൾ ട്രെയിനറിനെയോ എന്നിങ്ങനെ അതിശയിച്ചിങ്ങനെ ചോദിക്കുകയാണ് അനാമിക. അന്നേരം രേവതി പറയുന്നുണ്ട്, അനന്തപുരിയിലെ മൂർത്തി സാറിന് നല്ല ഹോൾഡല്ലേ രാഷ്ട്രീയത്തിലും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലൊക്കെ, അദ്ദേഹം ഇടപെട്ടായിരിക്കും മാറ്റിയത് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് സംഭവിച്ചത്, ഏതായാലും ഒരു നല്ല സന്തോഷ വാർത്ത കേൾക്കാം എന്നോർത്ത് അങ്ങോട്ട് ചെന്നതാ, ഇനി അത് നടക്കില്ല, അവൾ പോലീസായി തന്നെ പുറത്തേക്ക് വരും എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര വിഷമാണ് കേട്ടോ അനാമികയ്ക്ക്. അനാമിക പറയുവാണ്, അവൾ പോലീസ് ക്യാമ്പിൽ നിന്ന് പുറത്തായി പോലീസ് ആകാനുള്ള ചാൻസ് നഷ്ടപ്പെട്ട് തല ഒനിച്ച് വരുന്നത് കാണാൻ വേണ്ടി കൊതിച്ച് നിന്നതാണ് ഞാൻ, പക്ഷേ ഇനി അത് സംഭവിക്കില്ല, അവൾ പോലീസായിട്ട് തന്നെയല്ലേ തിരിച്ചു വരുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ അവൾ പോലീസായിട്ട് വരുന്ന കാര്യം ഓർക്കുമ്പോഴേ സങ്കടമാവുകയാണ് എന്ന് രേവതി പറയും. അന്നേരം വേണു പറയുന്നുണ്ട്, ഈ ഒരു ഷോക്കിൽ നിന്ന് ഞാൻ ഇതുവരെ പുറത്തായിട്ടില്ല, എനിക്ക് ആകെ സങ്കടമാണ് എന്ന വിഷമമൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വേണു അകത്തേക്ക് പോയി കഴിയുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ അനാമിക. അന്നേരം അനാമിക പറയുകയാണ്, പോലീസായിട്ട് വരുന്ന അവളെ നമ്മൾ പേടിക്കണം അമ്മേ, അത്ര നിസ്സാരക്കാരിയല്ല അവൾ എന്നിങ്ങനെ പറഞ്ഞ് ആകെ സങ്കടത്തോടെ നിൽക്കുകയാണ് അനാമിക. പിന്നെ കാണിക്കുന്നത് നയന ഡിസൈനൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമിക അങ്ങോട്ട് വരുന്നത്. അനാമിക വലിയ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും നയന ചോദിക്കും, അതെ വീട്ടിൽ പോയിട്ട് സന്തോഷ വാർത്ത ഒന്നും കേട്ടില്ലേ എന്ന്. അന്നേരം അതിന് മറുപടി ഒന്നും പറയുന്നില്ല അനാമിക. പോകാൻ തുടങ്ങുമ്പോൾ, ഞാൻ ചോദിച്ചത് നിന്നോടാണ്, നിൻ്റെ വീട്ടിൽ പോയിട്ട് നിനക്ക് സന്തോഷ വാർത്ത ഒന്നും കേൾക്കാൻ പറ്റിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അതിന് സന്തോഷ വാർത്ത കേൾക്കാനൊന്നും അല്ല എൻ്റെ വീട്ടിലോട്ട് പോയത് എന്ന് പറയും. അന്നേരം നയന പറയുകയാണ്, ആര് പറഞ്ഞു നീ അത് കേൾക്കാനല്ലേ പോയത് എന്ന്, നന്ദുവിനെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്താക്കിയെന്നുള്ള വാർത്ത കേൾക്കാൻ വേണ്ടിയല്ലേ നീ പോയത്,
എന്നിട്ട് അതിൻ്റെ സങ്കടമാണോ നിനക്ക് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് അനാമിക ചോദിക്കുകയാണ്, നിനക്ക് ഒരുപാട് ടെൻഷൻസ് വേറെ ഒക്കെ ഇല്ലേ? ഒരു ചതിയനായ ഭർത്താവിൻ്റെ കൂടെയല്ലേ നീ കഴിയുന്നത്, എന്നിട്ട് നിനക്ക് അഹങ്കാരം തീർന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആരടി ചതിയൻ എന്ന് ചോദിക്കും. അന്നേരം അനാമിക പറയുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവ് തന്നെ, നിങ്ങളുടെ ഭർത്താവിനല്ലേ വിവാഹത്തിന് മുമ്പ് ഒരു കുട്ടിയുള്ളത്, അപ്പോൾ വേറെ ആരാ ചതിയൻ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാളെ കണ്ടാണ് അനി പഠിക്കുന്നത്, അതുകൊണ്ടാണ് അനിയൻ ചീത്തയായി പോകുന്നത് എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ഏതായാലും നിൻ്റെ അത്രയും ചീത്തയായിട്ടില്ല. എൻ്റെ ഭർത്താവിൻ്റെ അനിയനും ഒന്നും. അനിയെപ്പോലെ നല്ലൊരു പയ്യനെ ഇനി നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അവനെപ്പോലെ ഒരു നല്ല പയ്യനെ ജീവിതത്തിൽ കിട്ടിയത് നല്ലൊരു ജീവിതം നയിക്കാൻ കഴിയാതെ ജീവിതം മുടിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേടി നീ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്ക് അനാമിക പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങളുടെ ചേച്ചി പോലും നിങ്ങളുടെ കൂടെ ഇല്ല, അവർക്ക് പോലും കാര്യങ്ങളെല്ലാം മനസ്സിലായി, എന്നിട്ട് നിങ്ങളുടെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ലല്ലോ. ഏതായാലും എൻ്റെ സ്വഭാവവും രീതികളും ഒന്നും മാറ്റാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിനെ എന്നെ ഉപദേശിക്കാനായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരികയും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനാമിക അങ്ങോട്ട് പോകും. അന്നേരം കട്ടക്കലിപ്പി നിൽക്കുവാണ് കേട്ടോ നയന. കാരണം ആദർശനെ ചതിയൻ എന്ന് വിളിച്ചില്ലേ, അതിൻ്റെ വിഷമമുണ്ട്. ഈ സമയമാണ് ജലജയും ജാനകിയും ഒക്കെ ആകെ ഇങ്ങനെ സങ്കടമാണ് കേട്ടോ. കാരണം നന്ദു പോലീസ് ആകാതിരിക്കാൻ വേണ്ടി ഇത്രയൊക്കെ കാര്യങ്ങൾ വേണു ചെയ്തിട്ടും അതൊന്നും ശരിയായില്ലല്ലോ എന്നതിൻ്റെ ഒരു വിഷമം. നേരെ ജലജ പറയുന്നുണ്ട്, ഇവിടുത്തെ അച്ഛനുണ്ടല്ലോ അവൾമാർക്ക് വേണ്ടി സ്വഭാവം വരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം ആർക്കും വേണ്ടി ഒരു ശുപാർശയും ചെയ്യാതെ ഇരുന്ന അച്ഛനാണ് പെണ്ണിന് വേണ്ടി ഇതെല്ലാം ചെയ്തത് എന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, അത് തന്നെ ഞാൻ ഇന്നാൾ എൻ്റെ ഒരു ബന്ധുവിന് വേണ്ടി ഒരു ജോലി ആവശ്യത്തിന് അച്ഛനോടൊന്ന് റെക്കമെൻഡ് ചെയ്യാവൂ എന്ന് ചോദിച്ചപ്പോൾ അച്ഛന് താല്പര്യമില്ലായിരുന്നു, എന്നിട്ടാണ് അച്ഛൻ ഇത്രയൊക്കെ കാണിച്ചത് എന്ന് പറയുക. അന്നേരം ജലജ പറയുന്നുണ്ട്, അച്ഛനെ മാത്രമല്ല നിന്റെ ഭർത്താവിന് പോലും നന്ദുവിനെ ഇഷ്ടമാണ്, അതുകൊണ്ടാണല്ലോ അന്ന് നീ അവനെ തല്ലാൻ പോയപ്പോൾ കൈ തട്ടി മാറ്റിയത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ ഒന്ന് സൂക്ഷിച്ച് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം എസ് ഐ ആയി അനിയുടെ കൈയും പിടിച്ച് അവൾ വീട്ടിലോട്ട് കയറി വരും, അത് നിനക്ക് കാണേണ്ടി വരുമെന്ന് പറയുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ അനാമിക മോളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, അതൊക്കെ നടക്കുമെന്ന് തമ്പുരാൻ അറിയാം. കാരണം എസ് ഐ ആകുന്നതിന് മുമ്പേ അവൾക്ക് ഇത്രയും കരുത്തും പവറുമാണ്. അപ്പോൾ അതായി കഴിഞ്ഞാലത്തുള്ള അവസ്ഥയൊന്നും നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മളൊക്കെ പുറത്ത് പാള കെട്ടി വെച്ച് നടക്കേണ്ടി വരും ഇടി കിട്ടാതിരിക്കാൻ വേണ്ടി, അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങ് പോകും. ആകെ വിഷമാണ് കേട്ടോ ജാനകിക്ക്. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു ഇങ്ങനെ എന്തൊക്കെയോ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തുഷാര പറയുന്നുണ്ട്, എന്നാലും അയാൾ അവിടുന്ന് വന്ന് നിനക്കിട്ട് പണി തന്നല്ലോ എന്ന്. അന്നേരം നന്ദു പറയും, മിക്കവാറും അയാളെ അയാൾക്ക് പരിചയമുള്ള ആളായിരിക്കും ഈ ട്രെയിനർ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചത് എന്ന് പറയുമ്പോൾ, എന്നാലും അയാളെ ഇങ്ങനെ ചീട്ട് കയറി വിടാൻ പറ്റില്ലല്ലോ, അത് തന്നെ വലിയൊരു കാര്യമാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ആദർശേട്ടനും നയനേച്ചിയും വന്നതാണ് വഴിത്തിരിവായത് എന്ന് നന്ദു പറയും. അന്നേരം തുഷാര പറയും, അയ്യോ നിന്റെ ചേട്ടനും ചേച്ചിയും വന്നതല്ല വഴിത്തിരിവായത്, നിന്റെ കാമുകൻ വന്നതാണ് എന്ന് പറയും. അന്നേരം കാമുകനോ, നിന്നോട് അങ്ങനെയൊന്നും പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കും നന്ദു. അന്നേരം തുഷാര പറയുന്നുണ്ട്, നീ നിന്റെ ചേട്ടൻ്റെയും ചേച്ചിയുടെയും അടുത്ത് നല്ല വെള്ളം ആയാൽ മതി, നിന്റെ മനസ്സിൽ എന്താണെന്നും നിന്റെ ഉറക്കം കെടുത്തുന്നത് എന്താണെന്നും ആരാണെന്നും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയും. നേരത്തേക്ക് നന്ദു പറയും, അതെ നമുക്ക് ഈ സംസാരം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട, നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോകാം, അവിടെ പോയി മുട്ട കഴിക്കുക എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തുഷാരെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകയാണ്. കനകയ്ക്ക് ഭയങ്കര ദേഷ്യം കേട്ടോ. ഇവിടെ ചന്തുമോളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വീടൊക്കെ അലങ്കരിക്കുന്ന കാര്യം നവ്യ കനകനെ വിളിച്ചു പറഞ്ഞായിരുന്നു. അത് കേട്ടതേ ദേഷ്യം വരുന്ന കനക ഇങ്ങനെ ഗോവിന്ദനോട് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് അവൾക്ക് എന്താ പറ്റിയതെന്ന് എനിക്കറിയത്തില്ല, വല്ലോടത്തും കിടന്ന ഒരു പെണ്ണിൻ്റെ മകൾക്ക് വേണ്ടി അവൾ ഇതെല്ലാം ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, നമ്മുടെ മോൾ എന്തൊക്കെയാണ് ചെയ്തു വെക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല, മിക്കവാറും നമ്മളെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി മോൾ അവിടെ കടിച്ചു പിടിച്ച് കിടക്കുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ തന്നെ ആ നേരത്തേക്ക് നയനെ വിളിക്കുവേ. എന്നിട്ട് ഫോൺ എടുത്തിട്ട് ഇത്തിരി കലിപ്പിൽ ഇത്തിരി ദേഷ്യത്തോടെ ഒക്കെ ഇങ്ങനെ കനക ചോദിക്കും, എന്താ കാര്യം എന്ന്. അന്നേരം അമ്മയുടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അമ്മ വരുമോ എന്നറിയാൻ വേണ്ടി ഞാൻ വിളിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ, ഓ ആ പെൺകൊച്ചിൻ്റെ ബർത്ത്ഡേ അല്ലേ, അതിന് വരേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയുമ്പോൾ, ഓ ചേച്ചി വിളിച്ചെല്ലാം പറഞ്ഞോ എന്ന് ചോദിക്കും. അന്നേരം കനക ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ നയനെ പറ്റിയത്, നീ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്, ആ കൊച്ചി നിൻ്റെ ആരാ എന്ന് ചോദിക്കുമ്പോൾ, ചന്തുമോൾ എന്നെ വിളിക്കുന്നത് അമ്മയെന്നാണ്, അതുകൊണ്ട് തന്നെ അതെൻ്റെ മോളാണ് എന്ന് പറയുമ്പോൾ എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ അടുത്തെങ്ങാനുമാണ് നിൻ്റെ കരണം തീർത്ത് ഞാൻ ഒരെണ്ണം തന്നേനെ എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ആദർശ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുവെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ കരുതിയതല്ല, എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുവാണോ നീ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അന്നേരത്തേക്കും ഗോവിന്ദൻ ആ ഫോണിങ് തന്നെ എന്ന് പറഞ്ഞ് ഫോൺ മേടിക്കും. എന്നിട്ട് ഗോവിന്ദൻ പറയുവാണ്, ആദർശിൽ നിന്ന് ഞങ്ങൾ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല, അബി ഇത് ചെയ്താൽ പോലും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിയേനെ, പക്ഷേ ഇതൊട്ടും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല,
എന്നിട്ട് മോൾ എന്തിനാ അവിടെ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഫംഗ്ഷന് വരുമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഗോവിന്ദൻ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് കനക ഗോവിന്ദനോട് ഇങ്ങനെ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട്, മൂർത്തി സാറിൻ്റെ അതേ സ്വരൂപമായിരുന്നു ആദർശ്, എന്നിട്ടും ആദർശ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു. അവൻ ഏത് കാലത്താണ് ഇങ്ങനെ വഴിതെറ്റി പോയതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അബി ആയിരുന്നേ പോലും അവൻ്റെ പൂർവ്വകാലം നമുക്കറിയാലോ, നമുക്ക് ഇത്രയും വിഷമം വരില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ദേവയാനിയാണ് കാണിക്കുന്നത്. ദേവയാനി പണ്ടത്തെ ഒരു അവാർഡിൻ്റെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നല്ലോ, അത് മൊബൈലിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അന്നേരമാണ് നയന റൂമിലേക്ക് വരുന്നത്. എന്നിട്ട് അമ്മയെന്ന് വിളിക്കുന്നത്. കണ്ടോ, ഞാൻ ഈ ഫംഗ്ഷൻ്റെ വീഡിയോ ഒന്നുകൂടെ കാണുമായിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. നേരത്തേക്ക് നയന ഇങ്ങനെ പറയുക, അമ്മ ഞാനിത്തിരി വിഷമത്തിലാണ് എന്ന്. അന്നേരം എന്താ മോളെ, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ചന്തുമോളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ എൻ്റെ വീട്ടിൽ വിളിച്ചു, അന്നേരം അവർ വരുന്നില്ല എന്ന് പറഞ്ഞു. അത് മാത്രമല്ല ആദർശനോട് അവർക്ക് ഭയങ്കര വെറുപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അതിന് അവരെ തെറ്റു പറയാൻ പറ്റത്തില്ല. ഞാനും സത്യം അറിയുന്ന സമയത്ത് എനിക്ക് ആദർശനോട് ദേഷ്യമായിരുന്നു, അവനെ തല്ലണം എന്ന് പോലും എനിക്ക് തോന്നിയായിരുന്നു എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ഇത് തന്നെയാണ് അവിടെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ. അവർക്ക് എന്നെയും അതുപോലെ തന്നെ അനഘയെ ആദർശേട്ടനെയും ചതിച്ചു എന്നുള്ള ഒരു രീതിയിലാണ്, അതിൻ്റെ വിഷമാണ് അവർക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇതിനൊരു മാറ്റം വരണ്ടേ, അവരോട് സത്യങ്ങളെല്ലാം പറയണ്ടേ മോളെ എന്നിങ്ങനെ ദേവയാനി ചോദിക്കുക. അന്നേരം നയന പറയുക, വേണ്ട, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അബിയെ അവർ കുറ്റപ്പെടുത്തില്ലേ, അബിയെ കുറ്റപ്പെടുത്തിയ അവരിങ്ങനെ അബിയെ വെറുക്കും. പിന്നെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നവേച്ചിയും ആകെ വിഷമമാകും. നവേച്ചി സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ പിടിച്ചു നിൽക്കത്തൊന്നുമില്ല. അന്നേരം ഈ കാര്യങ്ങളെല്ലാം എല്ലാവരോടും തുറന്നു പറയുകയും ചെയ്യും. അബി കോടതി കയറേണ്ടി വരും, അത് ഈ വീടിനൊക്കെ നാണക്കേടല്ലേ, അതുകൊണ്ട് ഇത് അറിയാതിരിക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെയല്ല മോളെ, അവരെല്ലാവരും ആദർശനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അവരെ ഒന്ന് കാണാൻ ഞാൻ തീരുമാനിച്ചു എന്ന് പറയുക. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, സത്യം തുറന്നു പറയാനൊന്നുമല്ല, അവരുടെ മനസ്സിന് ഇത്തിരി സമാധാനം കിട്ടുമെങ്കിൽ ഒന്ന് സംസാരിക്കുക എന്ന് ഓർത്താ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. വേറെ എന്ത് കാര്യം പറഞ്ഞാലും അവർക്ക് സമാധാനം ആകില്ല, എന്നെ ചതിച്ചു എന്നൊരു രീതിയിലാണല്ലോ അവർക്ക്, അതുകൊണ്ട് അതിന് മാറ്റമൊന്നും വരില്ല എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എങ്കിൽ അവരോട് കാര്യങ്ങൾ തുറന്നു പറയണം. ആദർശിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, എങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, പിന്നെ സത്യങ്ങൾ ഇവിടെയുള്ള കുറച്ച് പേർക്ക് ഒഴുകി ബാക്കി എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നയനെ അങ്ങ് പോകുമ്പോൾ കനകയും ഗോവിന്ദനും സത്യം അറിയിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ദേവയാനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നാളെ കനകയും ഗോവിന്ദനും സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.